നമ്മുടെ ബാല്യ കൗമാര യൗവന കാലങ്ങളിൽ നമ്മുടെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് ചെയ്ത അരുത് എന്ന് മനസാക്ഷി വിലക്കിയിട്ടും നാം ചെയ്ത പല തെറ്റുകളും നമ്മളെന്താണ് 80-ാമത്തെ വയസ്സിലും 60-ാമത്തെ വയസ്സിലും കുറ്റബോധത്തിലേക്ക് നടത്തുകയാണ്. വേണ്ടായിരുന്നു, അന്ന് ചെയ്ത ഒരു പ്രവൃത്തി മുഖാന്തരം നമ്മുടെ സകല സന്തോഷങ്ങളും തീർന്നു പോവുകയാണ്. എന്നാൽ എന്താണ്, പാപം താൽക്കാലികമായിരിക്കുന്ന സുഖം നൽകി തരുമെങ്കിലും അതിൻ്റെ അനന്തരഫലം നിത്യമരണമാണ്, പ്രിയപ്പെട്ട നരകവിധിയാണ്. പ്രിയപ്പെട്ട ജീവിച്ചിരിക്കുമ്പോഴും എന്നും ദുഃഖമാണ്. അതൊക്കെ ഞാൻ പറഞ്ഞ സത്യമല്ലയോ? നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അറിയാം. അപ്പോൾ ജീവിതത്തിലൊരു മാറ്റം വരണമെങ്കിൽ, സന്തോഷത്തിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. എൻ്റെ കഴിഞ്ഞകാല പാപങ്ങളൊന്ന് മാഞ്ഞു കിട്ടണം, എൻ്റെ കഴിഞ്ഞകാല തെറ്റുകളെ ഒന്ന് മായ്ച്ചു കളയാൻ ആരുണ്ട്? നമ്മൾ അതാത് മതത്തിൻ്റെ സംഘടനകളിലേക്ക് കടന്നു പോയിക്കേ. നമ്മുടെ ആരാധനകളും നമ്മുടെ ആചാരങ്ങളും നമ്മൾ ആവോളം ചെയ്തല്ലോ, പക്ഷേ നമ്മുടെ കുറ്റബോധം മാറിയില്ല. നിങ്ങളുടെ മനസാക്ഷിക്ക് സമാധാനം നൽകി തരുവാൻ നമ്മുടെ ഓരോ ആചാരങ്ങൾക്കും കഴിഞ്ഞിട്ടില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. യേശു ക്രിസ്തുവിന് ക്രിസ്തീയ മതവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവർ പണ്ടേ പാപമോചനം